ദൃശ്യവിസ്മയ കാഴ്ചയൊരുക്കി തഴുത്തല ഗജമേള അരങ്ങേറി. കൊട്ടിയം ജംഗ്ഷനിൽ അരങ്ങേറിയ ഗജമേള കാണുന്നതിനായി വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ ആയിരങ്ങൾ എത്തിയിരുന്നു. വൈകിട്ട് 6 മണിയോടെ കൊട്ടിയം ജംഗ്ഷനിൽ ഗജവീരന്മാർ അണിനിരന്നപ്പോൾ കണ്ണനല്ലൂർ റോഡും പരിസരവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ അവിട്ടം തിരുനാൾ മഹോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് ഗജമേള അരങ്ങേറിയത്. രാവിലെ 8:30 ആനയൂട്ട് നടന്നു. വൈകിട്ട് 4 മണി മുതൽ 500-ൽ പരം കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചവാദ്യം, നാദസ്വരം, പഞ്ചാരിമേളം, ചെമ്പട, ശിങ്കാരിമേളം, ചെണ്ടമേളം, നിശ്ചല ദൃശ്യങ്ങൾ, വടക്കൻ കേരളത്തിൽ നിന്നുള്ള മികവുറ്റ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ കെട്ടുകാഴ്ചയും എഴുന്നള്ളത്തും നടന്നു. വൈകിട്ട് 6 മണിക്ക് ക്ഷേത്ര മൈതാനത്ത് തിരുവല്ല മുകേഷ് കുറുപ്പും അത്തല്ലൂർ ശിവദാസനും പങ്കെടുത്ത 101-ൽ പരം കലാകാരന്മാരുടെ പാണ്ടിമേളവും അരങ്ങേറി. കേരളത്തിലെ തലയെടുപ്പുള്ള ഗജരാജാക്കന്മാരാണ് തഴുത്തല ഗജമേളയ്ക്കായി കൊട്ടിയം ജംഗ്ഷനിൽ അണിനിരുന്നത്. എലിഫന്റ് സ്ക്വാഡ്, വനംവകുപ്പ്, പോലീസ് എന്നിവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചായിരുന്നു ഗജമേള നടന്നത്. ചാത്തന്നൂർ ACPയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം കൊട്ടിയം മുതൽ തഴുത്തല വരെ നിലയുറപ്പിച്ചിരുന്നു. ഗജമേളയിൽ പങ്കെടുക്കാനെത്തിയ ആനകളോടൊപ്പമുണ്ടായിരുന്ന പാപ്പാന്മാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്തിയ ശേഷമാണ് അവരെ ആനകളോടൊപ്പം പോകാൻ അനുവദിച്ചത്. തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ അവിട്ടം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് കൊട്ടിയം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഗജമേളയ്ക്ക് കൊഴുപ്പേകുന്നതിനാണ് ഇത്തവണ റോഡിൽ പുലികളിറങ്ങിയത്. കാണികളുടെ എല്ലാം ശ്രദ്ധ പുലികളിലായിരുന്നു. തൃശൂർ വിയ്യൂരിൽ നിന്നുള്ള പുലികളി സംഘമാണ് തഴുത്തല ഗജമേളയ്ക്കെത്തിയത്. തൃശൂരിൽ മാത്രം കാണാറുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള പുലികൾ ഇവിടെ പുലികളിക്കായി എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള ടുഡേ.